നീറ്റിലും ജിഎംഎയിലും ഇതുവരെ ചെയിൻ പ്രോബ്ലം ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി ചോദിച്ചേക്കാം അല്ലേ. അതുകൊണ്ട് നമ്മൾ വേരിയബിൾ മാസ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ പഠിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ചെയിൻ പ്രോബ്ലംസ്. സോ ചെയിൻ പ്രോബ്ലത്തിന്റെ ആദ്യത്തെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യം. നമുക്ക് നോക്കാം. ചെയിൻ ഈസ് ലോവേർഡ് വിത്ത് സ്പീഡ് വി ആസ് ഷോൺ. ഒരു വി സ്പീഡിലാണ് ചെയിൻ ലോവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയിൻ എങ്ങനെയുള്ളത്? തൊട്ടേ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഗ്രൗണ്ടുമായിട്ടുള്ളത്. സോ ആ ചെയിനാണ് ഒരു വി സ്പീഡിൽ നമ്മൾ ലോവർ ചെയ്യുന്നത്. വി സ്പീഡിൽ നമ്മൾ ലോവർ ചെയ്യുകയാണ് കേട്ടോ ഈ ചെയിൻ. ഓക്കെ, സോ അങ്ങനെ വി സ്പീഡിൽ ഓവർ ചെയ്യാണ്. ഫൈൻഡ് നോർമൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ഗ്രൗണ്ട് ആഫ്റ്റർ ചെയിൻ ഫാൾസ് ത്രൂ എ ഡിസ്റ്റൻസ് വൈ. സോ ഈ ഡിസ്റ്റൻസ് വൈ ഈ ചെയിൻ ഫാൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് എത്രയാണ് നോർമൽ ഫോഴ്സ് ഗ്രൗണ്ട് കൊടുക്കുന്നത് അല്ലേ. സോ നമുക്ക് അതാണ് കാണേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇത് വേരിയബിൾ മാസ് ആണ്. വേരിയബിൾ മാസിൽ ആണെന്ന് പറയാൻ കാരണം എന്താ നോക്കാം. നമ്മളിതാ ഇയാളെ ക്യാപിറ്റൽ എം ആയിട്ട് കൺസിഡർ ചെയ്തേ. അപ്പം നിങ്ങൾ നോക്ക്, ഈ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്താ സംഭവിക്കാം? ഈ ലിങ്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിന്റെ മാസ് കൂടി. കുറച്ചും കൂടി കഴിഞ്ഞാൽ അടുത്ത ലിങ്ക് ജോയിൻ ചെയ്യും. ഇപ്പം ഇതിന്റെ മാസ് പിന്നെ കൂടി. അപ്പോൾ ഇത് വേരിയബിൾ മാസ് ആയി അല്ലേ. സോ വേരിയബിൾ മാസിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ നമ്മൾ എന്തിനാ ഈ ഭാഗം ക്യാപിറ്റൽ എം ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ക്യാപിറ്റൽ എം ആക്കി എടുക്കാമല്ലോ അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ക്യാപിറ്റൽ എം എടുക്കാം, അല്ലെങ്കിൽ ഈ ഭാഗം ക്യാപിറ്റൽ എടുക്കാം. എന്താ താഴത്തുള്ള ഭാഗം എടുക്കാൻ കാരണം നോർമൽ ഫോഴ്സാണ് ചോദിച്ചത്. നോർമൽ ഫോഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആളല്ല നോക്കേണ്ടത്, ഇയാളല്ലേ ഫോഴ്സ് കൊടുക്കുക. മേലുള്ള ആൾ എന്തിനാ ഫോഴ്സ് കൊടുക്കണത് അല്ലേ. സോ ഈ നോർമൽ ഫോഴ്സ് ആണ് കാണണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ക്യാപിറ്റൽ എം ആക്കി എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാനുള്ള വെക്ടർ വേരിയബിൾ മാസിന്റെ ഇക്വേഷൻ ഇതാണ്. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി പ്ലസ് ഓർ മൈനസ്. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ ക്യാപിറ്റൽ എം എടുക്കുകയാണെങ്കിൽ ഇവിടെ മാസ് എന്താ സംഭവിക്കുന്നത്? കൂടാണ്. അതുകൊണ്ട് പ്ലസ് ഇൻറ്റു വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ എം വരാം? ഇവിടെയുള്ള ഈ ക്യാപിറ്റൽ എം എന്താ വരാം? മാസാ വരാം അല്ലേ. ഒരാറ്റ കൊറ്റാലി. അപ്പൊ നോക്കൂ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംബ്ഡ. എന്താണ് ലാംബ്ഡ? ആരുടെ ലാംബ്ഡ? ഇതാണ് ലാംബ്ഡ. സോ ഒരു യൂണിറ്റ് ലെങ്ത്തിന്റെ മാസ് എന്താന്ന് പറഞ്ഞത് ലാംബ്ഡ ആണെന്ന് മനസ്സിലായില്ലേ സാർ? മനസ്സിലായില്ലേ? എടാ എൽ മീറ്റർ ലെങ്ത്തിന്റെ മാസ് എം കിലോഗ്രാം ആണെന്ന് വിചാരിച്ചോ. സോ 1 മീറ്റർ ലെങ്ത് എന്തായി? എം ബൈ എൽ കിലോഗ്രാം ആയി. അതായത് ഇവർ ലാംഡ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എം ബൈ എൽ കിലോഗ്രാം പെർ മീറ്റർ എന്നും പറയാം. ഒരു മീറ്ററിൻ്റെ ലാംഡ ആണെങ്കിൽ ഇവിടെ എത്ര മീറ്റർ ഉള്ളത്? എടാ ഇവിടെ വൈ മീറ്റർ ഉള്ളത്. ഈ വൈ മീറ്റർ അല്ല താഴത്തേക്ക് വന്നത്. അപ്പൊ ഇത് വൈ മീറ്റർ അല്ലേ. സോ വൈ മീറ്റർ ലെങ്ത് എത്ര നോക്കിയാൽ പോരെ. അപ്പൊ ഒരു മീറ്റർ ലെങ്ത് ലാംഡ ആണെങ്കിൽ വൈ മീറ്റർ ലെങ്ത് എന്തായിരിക്കും? ലാംഡ വൈ കിലോഗ്രാം അല്ലേ. അപ്പൊ എം എന്ന് പറയുന്നത് ലാംഡ വൈ കിലോഗ്രാം എന്നായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ ഡി വെക്ടർ വി ബൈ ഡി ടി എത്രയായിരിക്കും പറഞ്ഞേ? ഡി വെക്ടർ വി ബൈ ഡി ടി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഒരു കോൺസ്റ്റന്റ് സ്പീഡ് വീലാണ് പോകുന്നത് അല്ലെ. വിത്ത് സ്പീഡ് വീലാണ് ഇത് ലോവർ ചെയ്തത്. അപ്പോൾ സ്പീഡ് ഡി വി ബൈ ഡി ടി എന്താവും? 0. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പറഞ്ഞ വെക്ടർ വി എം ഡി എം എന്തായിരിക്കും? വെക്ടർ വി എം ഡി എം ഈസ് ഈക്വൽ ടു വെക്ടർ വി എം മൈനസ് വെക്ടർ ഡി എം. മക്കൾ പറഞ്ഞേ വെക്ടർ വി എം. ഇയാളെ വെലോസിറ്റി എന്താണ്? ഇയാൾക്ക് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ഇയാളെ റെസ്റ്റ് അല്ലേ, താഴത്ത് കിടക്കല്ലേ. 0 മൈനസ്. ഇനി വെക്ടർ വി ഡി എം എത്രയാണ്? ഇയാൾ താഴത്തേക്ക് വരുന്ന വെലോസിറ്റി എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞ വി അല്ലേ. സോ നമ്മൾ എന്താക്കും? ഇവിടെ 0 മൈനസ് വെക്ടർ വി അല്ലേ. 0 മൈനസ് വി എന്ന് എഴുതാം. ഞാൻ സ്പീഡ് വി ആണെന്നില്ലേ. എന്നിട്ട് വി ഇൻറ്റു ഞാൻ മൈനസ് ജെ ക്യാപ്പ് എന്ന് എഴുതാം. എന്താ മൈനസ് ജെ ക്യാപ്പ് എഴുതാൻ കാരണം? താഴത്തേക്ക് ആയതുകൊണ്ട്. സോ മൈനസ് ഓഫ് വി ഇൻറ്റു മൈനസ് ജെ ക്യാപ്പ് എന്തായി? വി ജെ ക്യാപ്പ് എന്നായി. ഓക്കെ, ഇനി ആരാ ബാക്കിയുള്ളത്? ഡി എം ബൈ ഡി ടി സാർ. ഡി എം ബൈ ഡി ടി. ഓക്കെ, ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? ഡി എം ബൈ ഡി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. സാറിന് ഒട്ടായോ? ഇല്ല. നോക്ക് ഇതാ ഡി വൈയും കട്ട് ചെയ്ത് പോയാൽ എന്തായി? ഡി എം ബൈ ഡി ടി തന്നെ ആയി അല്ലേ. സാർ എന്തിനാ എങ്ങനെ എഴുതുന്നത്? അത് നോക്ക്, ഇത് ആരാത്? ഡി എം ബൈ ഡി വൈ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതാണിത്, ലാംഡാണിത്. സാർ എം ബൈ അല്ലല്ലോ സാർ ലാംഡ. ഇതെന്താ ഡി എം ബൈ ഡി വൈ ലാംഡ ആയത്? എടാ അത് ഓക്കെ, ഇതിപ്പോൾ ടോട്ടൽ ലെങ്ത് എം, ഇതിന്റെ ലെങ്ത് എൽ അല്ലേ. മാസ് എം, എൽ ലെങ്ത്. എം ബൈ എൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ലാംഡ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി ലെങ്ത് എടുത്ത് വിചാരിച്ചോ. പകുതി ലെങ്ത് എന്തായി? എം ബൈ 2. മാസ് എം ബൈ 2, ലെങ്ത് എന്തായി? എൽ ബൈ 2. സോ എം ബൈ 2 ബൈ എൽ ബൈ 2 എന്താ കിട്ടാ? ലാംഡനല്ല കിട്ടാ.
ഇനി അതേപോലെ ഇവിടെ നമ്മൾ എന്താക്കി ചെറിയ ലെങ്ത് ഡി എം എടുക്കാം, അതിന്റെ ലെങ്ത് എന്തായി ഡി വൈ ആയി. സോ ഡി എം ബൈ ഡി വൈ എന്താ വരാം, ലാംഡ തന്നെ വരും. യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അലോങ് ദ ലെങ്ത്. സോ നമുക്ക് എന്താക്കാം, ഡി എം ബൈ ഡി വൈ എന്ന് പറയുന്നത് ലാംഡ ആക്കി എടുക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ആരാ സാർ ഡി വൈ ബൈ ഡി ടി? നോക്ക് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം അല്ലേ, ഇതാണ് വൈ. ഡി വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചെറിയ വൈ അതാണ് ഡി വൈ. സോ ഡി വൈ ബൈ ഡി ടി, ഡി വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഉള്ള ഈ ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ ആക്കി എടുത്തോ. അപ്പൊ ഡി വൈ ബൈ ഡി ടി എന്തായി, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അതാരാണ് സ്പീഡ് അല്ലേ. സോ നമുക്ക് എന്താക്കാം, ഇവിടെ ലാംഡ ഇൻറ്റു വി എന്ന് എഴുതാം. അതായത് ഇത് എന്ത് കിട്ടി, വി ലാംഡ എന്ന് കിട്ടി. ഓക്കെ, സോ ഈ ടേം എന്താവും, വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി, വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി ലാംഡ, വി എത്ര, വി ജെ ക്യാപ്പ് അല്ല, വി ജെ ക്യാപ്പ് ഇൻറ്റു വി ലാംഡ അല്ലേ. സോ എന്ത് കിട്ടും, ലാംഡ വി സ്ക്വയർ ജെ ക്യാപ്പ്. സോ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ് ലാംഡ വി സ്ക്വയർ. വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇല്ലേ, അത് എപ്പോഴും എന്തായിരിക്കും, ലാംഡ വി സ്ക്വയർ ആയിരിക്കും. ചെയിൻ പ്രോബ്ലത്തിൽ എപ്പോഴും ക്യാപിറ്റൽ എം മൂവ് ചെയ്യായിരിക്കും, ഡി എം റെസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ എം റെസ്റ്റിലായിരിക്കും, ഡി എം എന്തായിരിക്കും, മൂവ് ചെയ്യായിരിക്കും. സോ എപ്പോഴും വി എം ഡി എം എന്തായിരിക്കും വരാൻ പോണത്, ലാംഡ വി സ്ക്വയർ ആയിരിക്കും വരാൻ പോണത്. ഓർത്തെക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബാക്കിയുള്ള സോൾവ് ചെയ്യാം. ഇതുവരെ ഈ സ്റ്റെപ്പ് വരെ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡി എം ബൈ ഡി ടി വേഗം എന്താക്കാം, വി സ്ക്വയർ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, ഡയറക്ഷൻ മാത്രം മാറും കേട്ടോ, ഓക്കെ. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും വി സ്ക്വയർ ലാംഡ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതിന്റെ മേലെയുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആരൊക്കെ ഉള്ളത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കുണ്ട്, പിന്നെ ആരാ ഉള്ളത്, നോർമൽ ഫോഴ്സ്. അതാണ് നമ്മൾ കാണാൻ വേണ്ടി പറഞ്ഞത്. സോ നോർമൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉള്ളത്, അതുകൊണ്ട് ഞാനിവിടെ എൻ ജെ ക്യാപ്പ്, താഴത്തേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ഇട്ടില്ല കേട്ടോ അവിടെ. സോ നെഗറ്റീവ് എം ജി ജെ ക്യാപ്പ് അല്ലേ, എം ജി ജെ ക്യാപ്പ്. എം എത്ര അവിടെ വരുന്നത്, ലാംഡ വൈ ജെ ക്യാപ്പ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എം ഡി വെക്ടർ വി ബൈ ഡി ടി 0 ആയി. സോ 0 പ്ലസ് വെക്ടർ വി എം ഡി വൈ ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ലാംഡ വി സ്ക്വയർ ജെ ക്യാപ്പ് ആയി. സോ ഇവിടെ ലാംഡ വി സ്ക്വയർ ജെ ക്യാപ്പ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, എൻ മൈനസ് ലാംഡ വൈ ജി എന്ന് പറയുന്നത് ലാംഡ വി സ്ക്വയർ ആയി. ജെ ക്യാപ്പ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ എന്ന് പറഞ്ഞാൽ എന്തായി, ലാംഡ ജി വൈ പ്ലസ് ലാംഡ വി സ്ക്വയർ എന്നായി. എൻ ഈസ് ഈക്വൽ ടു ലാംഡ ജി വൈ പ്ലസ് ലാംഡ വി സ്ക്വയർ. ഓക്കെ, സോ ചില സമയത്ത് ചില ക്വസ്റ്റ്യനിൽ ഇതിപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണ്, കോൺസ്റ്റന്റ് സ്പീഡ് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നല്ലേ, അതിന് പകരം അവർ പറയും അത് ഫാള് ചെയ്യാന്ന് പറയും. ചെയിൻ ഫാള് ചെയ്യാണ്. അപ്പോൾ ചെയിൻ ഫാള് ചെയ്താൽ എന്താ സംഭവിക്കുക മക്കളെ, ചെയിൻ ഫാള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഡെൽറ്റ വൈ. അപ്പം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ, ആദ്യം റെസ്റ്റിലുള്ളത് പിന്നെയാണ് ഫാളോ ചെയ്യുന്നത്. സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു ഡെൽറ്റ വൈ അല്ലേ. ഡെൽറ്റ വൈ എന്ത് കിട്ടും, നമുക്ക് നെഗറ്റീവ് വൈ എന്ന് കിട്ടും അല്ലേ. സോ നെഗറ്റീവ് വൈ എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടും, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താക്കി കിട്ടും, 2g വൈ ആയിട്ട് കിട്ടും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2g വൈ ആയിട്ട് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയിൻ ഫാള് ചെയ്യുകയാണെങ്കിൽ നോർമൽ ഫോഴ്സ് എന്താ വരാം, ലാംഡ ജി വൈ പ്ലസ് ലാംഡ 2g വൈ എന്ന് വരും. ലാംഡ വി സ്ക്വയർ എന്ന് പറയുന്നത് 2g വൈ ആയതുകൊണ്ട് ലാംഡ 2g വൈ എന്ന് വരും. സോ 2 ലാംഡ ജി വൈ പ്ലസ് ലാംഡ ജി വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 ലാംഡ ജി വൈ എന്നായിരിക്കും. ഓക്കെ, സോ അവർ ക്വസ്റ്റ്യൻ എന്ത് പറയും, ഈ വൈ വാല്യൂ തരും. അതായത് ചിലപ്പോൾ പറയും വൈ ഹാഫ് ഡിസ്റ്റൻസ് ആണ് ഫാളോ ചെയ്തത്. ഹാഫ് ഡിസ്റ്റൻസ് ഫാളോ ചെയ്താൽ എന്താവും സംഭവം, വൈ എന്ന് പറഞ്ഞത് L/2 ആവും. അതാ മനസ്സിലായില്ലേ, ടോട്ടൽ ലെങ്ത് അല്ലല്ലേ, ടോട്ടൽ ലെങ്ത് അല്ല എന്ന് അവർ പറയും കേട്ടോ. അപ്പോൾ വൈ എൽ ലെങ്ത് ഹാഫ് ഡിസ്റ്റൻസ് ഫാളോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്താവും, L/2 ആവും. സോ L/2 എന്നാൽ എന്താ സംഭവിക്കാം, 3 ലാംഡ ജി L/2 എന്നാവും ഉത്തരം. മനസ്സിലായെന്ന് വിചാരിക്കണം. സോ നിങ്ങളിത് എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻഡ് എ ഈസ് റേസ്ഡ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി വി ജെ ക്യാപ്പ്. ഇവിടെ ഇങ്ങനെയാണുള്ളത്, അത് കോൺസ്റ്റന്റ് വെലോസിറ്റി വി ജെ ക്യാപ്പിൽ റേസ് ചെയ്തിരിക്കുകയാണ് ഈ എൻഡ് എ. ഫൈൻഡ് ഫോഴ്സ് അപ്ലൈ ടു എൻഡ് എ വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ. സോ അതൊരു ഡിസ്റ്റൻസ് വൈയിലെത്തുമ്പോൾ ഈ എൻഡ് എന്റെ മേലെ അപ്ലൈ ചെയ്ത ഈ എഫ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നേരത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, നമ്മൾ താഴത്തേക്ക് വി വെലോസിറ്റി താഴ്ത്തായിരുന്നു, ഇപ്പൊ വി വെലോസിറ്റിയിൽ പൊക്കാണ്, അത്ര വ്യത്യാസമുള്ളൂ. സോ നമ്മൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എഫ് കാണാനാണ്. സോ ഈ എഫ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയാണ് നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ താഴത്തായിരുന്നു കൺസിഡർ ചെയ്തത്, കാരണം നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു, നോർമൽ ഫോഴ്സ് ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ എന്താക്കണം,
ഇവിടെയാണ് ക്യാപിറ്റൽ എം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞേ. ഇതിന്റെ മാസ് എന്താ വരിക? മാസ്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഗിവൺ ആസ് ലാംഡ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ലാംഡ ഇൻറ്റു വൈ എന്ന് എഴുതാൽ മതി. ലാംഡ ഇൻറ്റു വൈ ആണ് ഇതിന്റെ മാസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് ഡി വെക്ടർ വി ബൈ ഡി ടി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി അതെന്തായിരിക്കും വരാം മക്കളെ? അതിൻ്റെ ലാംഡ വി സ്ക്വയർ ആയിരിക്കും വരാം അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചാണ്. ലാംഡ വി സ്ക്വയർ ആണ് മാഗ്നിറ്റ്യൂഡ് വരാം. ഡയറക്ഷൻ കൊണ്ടായിരിക്കും വരാം. ഡയറക്ഷൻ വരുന്നത് കൊണ്ടായിരിക്കും വെക്ടർ വി എം മൈനസ് വെക്ടർ ഡി എം അല്ലേ? സോ വെക്ടർ വി എം ഡി എമ്മിൻ്റെ ഡയറക്ഷൻ നോക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നത് വി ജെ ക്യാപ് മൈനസ് 0 ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇങ്ങനെയല്ലേ വന്നത്? അതായത് ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടൊക്കെ ഉള്ളത് ജെ ക്യാപ് ഡയറക്ഷൻ. അതുകൊണ്ട് ഇവിടെ ലാംഡ വി സ്ക്വയർ ജെ ക്യാപ് എന്ന് ഇതാണ്. ക്ലിയർ? ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? സോ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതിന് മേലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? ഒന്ന് ഈ എഫ് ഉണ്ട്, അത് മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ എഫ് ജെ ക്യാപ്. പിന്നെ ആരുള്ളത്? താഴത്തേക്കായിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്താക്കി? ലാംഡ വൈ, അതാണ് മാസ്. ഇതിന്റെ മാസ് ലാംഡ വൈ ഇൻറ്റു ജി ഇൻറ്റു അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴത്തേക്ക് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ജെ ക്യാപ് എന്ന് ചെയ്തേ, മൈനസ് ജെ ക്യാപ്. ഓക്കെ, സോ അത് നമുക്ക് എഫ് നെറ്റ് എക്സ്റ്റേണൽ ഇങ്ങനെ കിട്ടി, വി എം ഡി എം കിട്ടി, എം കിട്ടി. ഇനി സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഇവിടെ പ്ലസ് ആണ് മൈനസ് ആണ് വരാം. ഇതിൻ്റെ മാസ് കൂടാണ്, ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ മാസ് കൂടാണ്. കാരണം മേലോട്ട് പൊക്കുമ്പോൾ ഈ താഴത്തുള്ള ലിങ്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ പ്ലസ് ആണ് വരിക. സോ മാസ് കൂടാ ചെയ്യുന്നത്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? എഫ് മൈനസ് ലാംഡ വൈ ജി അല്ലേ? സോ എഫ് മൈനസ് ലാംഡ ജി വൈ ജെ ക്യാപ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ജെ ക്യാപ്പുകൾ പുറത്തെടുക്കുക ചെയ്തത്, മൈനസ് ജെ ക്യാപ്പ് എന്നുള്ളത് ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, സോ എഫ് മൈനസ് ലാംഡ ജി വൈ ഇൻറ്റു ജെ ക്യാപ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 വരും, വെക്ടർ 0 വരും. കാരണം ഡി വെക്ടർ വി ബൈ ഡി ടി 0 ആണ്. അതിനുശേഷം വെക്ടർ വി എം ഡി വൈ അത്ര വരുന്നത് ലാംഡ വി സ്ക്വയർഡ് ജെ ക്യാപ്. സോ ജെ ക്യാപ്പ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു ലാംഡ വി സ്ക്വയർ പ്ലസ് ലാംഡ ജി വൈ എന്ന് വരും. എഫ് ഈസ് ഈക്വൽ ടു ലാംഡ വി സ്ക്വയർ പ്ലസ് ലാംഡ ജി വൈ എന്ന് കിട്ടും. ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ പറയാലേ എഫ് ജെ ക്യാപ്പ് ആയിരിക്കും വരാം. ഡയറക്ഷൻ കൊണ്ടായിരിക്കും എഫ് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ലാംഡ വി സ്ക്വയർ പ്ലസ് ലാംഡ ജി വൈ ഇൻറ്റു ജെ ക്യാപ്പ് അല്ലേ? സോ ഡയറക്ഷൻ മേലോട്ടൊക്കെയാണ്, അന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ചിലപ്പോൾ അവർ പറയും ഇത്ര സ്പീഡിലാണെന്ന് പറയും. സോ അതിൻ്റെ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ അവർ പറയും ഇത്ര ഡിസ്റ്റൻസ് ആണ് മേലോട്ട് പോയത്, ഒരു 3 മീറ്റർ എന്ന് പറയും. അപ്പോൾ എന്താക്കുക? വൈൻ്റെ വാല്യൂ എന്താക്കുക? 3 ആക്കാം. ഡയറക്റ്റ് 3 ആയിരിക്കും തരാം. അവർ പറയാൻ എന്താ തരാം? ചെയിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി എന്നൊക്കെ വരും. നേരത്തെ പറയില്ല നമ്മൾ, ചെയിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി. സോ വൈ എന്നുള്ളതായിരിക്കും L/2 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ലാംഡ തരില്ല, ചില പകരം എന്തായാലും തരാം മാസും ലെങ്ത്തും ആയിരിക്കും തരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ എന്താക്കി എഴുതാൻ പറ്റും? മാസ് ബൈ എൽ ഇൻറ്റു വി സ്ക്വയർ പ്ലസ് മാസ് ബൈ എൽ ഇൻറ്റു ജി ഇൻറ്റു വൈ. ഇങ്ങനെ ചെയ്തൂടെ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ L/2 എന്നൊക്കെ തരും. അപ്പോൾ എൽ കട്ട് ചെയ്ത് പോയി mg/2 അങ്ങനെയൊക്കെ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കാം കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ പൈൽ ഓഫ് ചെയിൻ ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ ലൈസ് ഓൺ എ റഫ് സർഫസ് വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ μk. സോ ഇവിടെ ഫ്രിക്ഷൻ കൂടി ഇൻവോൾവ് ചെയ്യപ്പെടാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ μk ഉണ്ട്. വൺ എൻഡ് ഓഫ് ചെയിൻ ഈസ് പുൾഡ് അലോങ് ദ സർഫസ് ബൈ എ ഫോഴ്സ് പി. സോ ഒരു എൻഡ് എന്താക്കാണ്? ഒരു പി ഫോഴ്സിൽ ഇങ്ങനെ വലിക്കുകയാണ്. ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി. സോ ആക്സിലറേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ എക്സ് എന്താ തന്നിട്ടുണ്ട്? ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇത് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് പി ഉണ്ട്. നമുക്ക് ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. സോ നമുക്ക് ഇവിടെയാണല്ലേ, ഈ ഭാഗമാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഈ ഭാഗം റെസ്റ്റിലാണ്, ഈ ഭാഗമാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഭാഗം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാം? ഇവിടെയാണ് നമ്മൾ എന്താക്കി ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ എം ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം മൂവ് ചെയ്യുന്ന ഭാഗത്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ? മാസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? പ്ലസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവാം. സോ ഇനി ഇവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ആരൊക്കെയാണ് വരുന്നത്? ഇങ്ങോട്ടേക്ക് നമ്മുടെ പുള്ളിങ് ഫോഴ്സ് പി ഉണ്ട്. അതിൻ്റെ അർത്ഥം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ ഉണ്ടാവുക? μk n എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. μk n എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കായിട്ട് ഇതിൻ്റെ മേലെ ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ.
സോ നമുക്കത് എഴുതാം. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ, ആ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പ്ലസ് ആണ് ഉള്ളത്. സോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ ആരൊക്കെ ഉണ്ടാവാം? നമുക്കറിയാം പി ഐ ക്യാപ്പ് വലത്തോട്ടുണ്ട്, പ്ലസ് പിന്നെ ആരുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇടത്തോട്ടുണ്ട്. സോ നമുക്ക് മ്യൂ കെ ഇൻറ്റു നോർമൽ ഫോഴ്സ്, ഈ നോർമൽ ഫോഴ്സ് നമുക്ക് മാറ്റാം കേട്ടോ. മ്യൂ കെ ഇൻറ്റു നോർമൽ ഫോഴ്സ് ഇൻറ്റു ജി ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് എന്നുണ്ട്. നോർമൽ ഫോഴ്സ് എന്തായിരിക്കും? എം ജി ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ എം ഡി വെക്ടർ വി ബൈ ഡി ടി. എം എന്ന് പറയുന്നത് എന്താണ്? ഇയാളെ മാസ്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്, ഇതിന്റെ ലെങ്ത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് എം എന്തായിരിക്കും? ലാംഡ ഇൻറ്റു എക്സ് ആയിരിക്കും. ലാംഡ ഇൻറ്റു ലെങ്ത് കണ്ടാൽ ക്യാപിറ്റൽ എം കാണാൻ പറ്റും. സോ നമുക്കിവിടെ ലാംഡ ഇൻറ്റു എക്സ് ആണ് ക്യാപിറ്റൽ എം വരുന്നത്. ഇനി ഡി വെക്ടർ വി ബൈ ഡി ടി, അതാണ് ആക്സിലറേഷൻ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളോട് ലാംഡ എക്സ് ഇൻറ്റു വെക്ടർ എ എന്നതാണ്. പ്ലസ് വെക്ടർ വി എം ഡി എം, എത്രയാണ് വരുന്നത്? വെക്ടർ വി എം എന്ന് പറയുന്നത് എത്രയാണ്? വെക്ടർ വി എം എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റിയാണ്. അത് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഡി എക്സ് ബൈ ഡി ടി ആക്കി എഴുതാൻ പറ്റും. അതാണ് അവർ നമ്മളോട് എന്ത് പറഞ്ഞത്? വി ആന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡി വെക്ടർ എക്സ് ബൈ ഡി ടി എന്നുള്ളത് നമുക്ക് ഇവിടെ എന്താക്കി എഴുതാൻ പറ്റും? വെക്ടർ ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളത് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? വി ഐ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. വലത്തോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് വി ഐ ക്യാപ്പ്. ഇനി വെക്ടർ വി ഡി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം ഈ ഭാഗം റെസ്റ്റിലല്ലേ. സോ വെക്ടർ വി എം മൈനസ് വെക്ടർ വി ഡി എം എന്ന് പറയുന്നത് വി ആണുള്ളത്, വി ഐ ക്യാപ്പ് ആണുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ലാംഡ വി സ്ക്വയർ ഐ ക്യാപ്പ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വി എം ഡി എം എന്ന് പറയുന്നത് വി ഐ ക്യാപ്പ് ആയി, ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് ലാംഡ വി ഐ. എപ്പോഴും ലാംഡ വി സ്ക്വയർ ആണ് ഈ ഭാഗം വരിക. ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മളിവിടെ വെക്ടർ വി എം ഡി എം കണ്ടുന്നേ ഉള്ളൂ, അത് ഐ ക്യാപ്പ് ആണ്. ഓക്കെ, ലാംഡ വി സ്ക്വയർ ഐ ക്യാപ്പ്. ഇനി ഈ നോർമൽ ഫോഴ്സിന് പകരം നമ്മൾ എന്താ മാറ്റിയതിൻ്റെത്? എം ജി. എം എന്ന് പറയുന്നത് ഇയാളത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലാംഡ എക്സ് ജി. ഓക്കെ, സോ ഡയറക്ഷനൊക്കെ കറക്റ്റ് ആണ്, എല്ലാം ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടർ എ കാണാം, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട്. സോ വെക്ടർ എ ഈസ് ഈക്വൽ ടു പി മൈനസ് മ്യൂ കെ ലാംഡ ജി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ്. ഇങ്ങനെ വരും, പി മൈനസ് മ്യൂ കെ ലാംഡ ജി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ്. ഐ ക്യാപ്പ് പുറത്തെടുത്താൽ ചെയ്തത് മൈനസ് ലാംഡ വി സ്ക്വയർഡ് ഐ ക്യാപ്പ്, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് ഡിവൈഡ് ബൈ ലാംഡ എക്സ്. സോ ഞാൻ ഈ ഐ ക്യാപ്പിനും പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് ലാംഡ വി സ്ക്വയർ ഐ ക്യാപ്പ് ഡിവൈഡ് ബൈ ലാംഡ എക്സ്. സോ നമുക്ക് സിമ്പിളായിട്ട് എന്താക്കി എഴുതാൻ പറ്റും? പി ബൈ ലാംഡ എക്സ് മൈനസ് മ്യൂ കെ ജി, ലാംഡ എക്സ് പോയി, മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ഐ ക്യാപ്പ്. ഇതാണ് ആക്സിലറേഷൻ വരുന്നത്. പി ബൈ ലാംഡ എക്സ് മൈനസ് മ്യൂ കെ ജി, ലാംഡ എക്സ് കട്ട് ചെയ്ത് താഴത്ത് ലാംഡ എക്സ് വരും, അത് ലാംഡ കട്ട് ചെയ്താൽ വി സ്ക്വയർ ബൈ എക്സ്. ഇതാണ് ആക്സിലറേഷൻ വരുന്നത്. സോ ഒരുവിധം നമ്മൾ ചെയിൻ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട എന്താണ്? ഓരോന്ന് കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രം ആലോചിച്ച് വെച്ചാൽ മതി, അല്ലേ? എഫ് നെറ്റ് എക്സ്റ്റേണൽ എങ്ങനെയാണ് കാണാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ എം എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്? ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ലാംഡ ഇൻറ്റു എക്സ് എന്നോ വൈ എന്നോ അവർ പറഞ്ഞ ടേം ഏതാണ് അതനുസരിച്ച് വരും, ലാംഡ ഇൻറ്റു എക്സ്. വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി, ഇതെപ്പോൾ എന്താ വരാം? വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണ്, ലാംഡ വി സ്ക്വയർ എന്ന് കിട്ടും. ഡയറക്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ പ്ലസ് മൈനസ് മാസ് ആഡ് ചെയ്യപ്പെടാണോ സബ്ട്രാക്ട് ചെയ്യപ്പെടാണോ എന്നുള്ള അനുസരിച്ചിട്ട് നിങ്ങൾ പ്ലസും മൈനസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ഇമെയിലോ നീറ്റിലോ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.